സ്ട്രെസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷമാണ് ചെയ്തത്, കോൺസ്റ്റബിൾ സൂസൻ. അപ്പോൾ അത് അജുചേട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ സുധീഷ് ചേട്ടൻ്റെ കൂടെ പിന്നെ ചേട്ടൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു എൻ്റെ കോമ്പിനേഷൻസ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. കാരണം രാത്രിയിലായിരുന്നു എപ്പോഴും ഷൂട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് വേഷമൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വേഷത്തിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും പടം കാണും, സപ്പോർട്ട് ചെയ്യും ഞങ്ങളെല്ലാവരുടെയും. താങ്ക് യു സോ മച്ച്. ഞാനൊരു സൂസൻ എന്നുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് വരുന്നത്. സോ പോലെ കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. ഒരു ബാച്ചിലർ ലൈഫിൻ്റെ ചെറിയൊരു സ്ലൈസ് ചെയ്തൊക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പല ബാച്ചിലേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ഒരു രസവും ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറുടെ കൂടെ കുറച്ച് സമയം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത് വലിയ കാര്യം. ഞങ്ങൾക്ക് ഒരുപാട് ആരാധനകളൊക്കെയാണ് അദ്ദേഹം നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അഭിനയിക്കണമൊക്കെ നോക്കിയിട്ടുണ്ട്. ആക്ച്വലി അത് അഭിനയിക്കുന്നത് ഞാനിങ്ങനെ ഭയങ്കര വണ്ടർ അടിച്ചു. ഓ മൈ ഗോഡ്, ഇത് ഇത്ര വലിയൊരു ചാൻസ് എൻ്റെ ലൈഫിൽ കിട്ടുമോ? കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമാണ്. പക്ഷെ അതൊരു വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ പടമാണ്. നിങ്ങളൊക്കെ പലരുടെയും ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ പടങ്ങളാണ്. എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കണ്ടോന്ന് അറിയില്ല, എന്തായാലും കാണാം. ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഇതിൽ ഞാനൊരു ഹിന്ദി ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ മലയാളിയാണ്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. പിന്നെ പടം എല്ലാവരും പോയി കാണാം. എല്ലാവരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അജിച്ചേട്ടൻ്റെ സ്റ്റോറിയാണെന്ന് അറിയില്ലായിരുന്നില്ല. സോ യാ, അത് നമുക്ക് ഡയറക്ടറിനോട് ചോദിക്കേണ്ടി വരും, അറിയില്ല. ഒരു നോർമൽ കോമഡി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ന്യൂജൻ കോമഡി അല്ല, ലൈക്ക് നമ്മൾ പണ്ടത്തെ മൂവീസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് കോമഡി മൂവിയാണ്. മുഴുനീളം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ടീം തന്നെ ഇതിനകത്തുണ്ടല്ലോ. ഇവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിബിദർശനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന് മുകേഷിൻ്റെ അനന്തരം തന്നെ ആ ഒരു മുകേഷിൻ്റെ ഒരു ഫീല് നമുക്ക് ഈ ജനറേഷനിൽ നിബിദർശനിലൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനമായിരുന്നു ഇതിനകത്ത്. അതുപോലെ എല്ലാവരും തുല്യമായി അഭിനയിച്ചു. ബാക്കി നല്ലൊരു അഭിനയ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് നമ്മൾ ഇത്രയും ഒരു പ്രകടനം കാണുന്നത്. എല്ലാവരും ആ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നോർമൽ നമുക്കൊരു ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തരും അനുഭവം ഇപ്പോഴും ജനറേഷൻ പ്രത്യേകിച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ജനറേഷൻ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ജനറേഷൻ അവർക്ക് നന്നായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും മനസ്സിലാവും. നല്ല കുറച്ച് ഒരു മെസ്സേജ് കൊണ്ടിരുന്നു. അത് നല്ലത്. കുറച്ച് നേരമുണ്ട്. അത് ഭയങ്കര ഇവരുടെ ഈ ജീവ പിന്നെ അജു, സൈജു, പിന്നെ ധ്യാനൊക്കെയുള്ള ചെറിയ സ്ത്രീകൾ വളരെ ഇതിനകത്ത് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കുറച്ചിങ്ങനെ ജസ്റ്റ് വന്നു. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ കോമഡി. അതാണ് കുറച്ച് തമാശയുണ്ട്. വിഷാടി പറയണ്ട, അറിയാലോ. പടം നൈസ് പടമാണ്, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ലെന്ത് പെട്ടെന്ന് തീർന്നു പോയി. ലെന്ത് കുറവായിരുന്നു. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? കോമഡിയൊക്കെ നൈസായിരുന്നു, വേറെ മൂടായിരുന്നു. ആരാണ് നന്നായിട്ട് ചെയ്തത്? ആരുടെ നന്നായിട്ട് കോമഡി തോന്നിയത്? എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത്. ആരല്ല, എല്ലാവരും പൊതുവെ അടിപൊളിയായിട്ട് ചെയ്തു. ഈ ലെന്തിലാണ് പെട്ടെന്ന് തീർന്നു പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്ത കോമഡിയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കോമഡി ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. മൊത്തം ഞാൻ എൻജോയ് ചെയ്തു. അതെ അതെ അതെ. അതാ പറഞ്ഞത്. അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ശരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വീഡിയോ വരുന്ന കോമഡി പോലെയും ഒക്കെയാണ് തോന്നിയത്. മൊത്തത്തിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കൾ തമ്മിൽ വരുന്ന പ്രശ്നങ്ങളും പോയി അകപ്പെടുന്നതും അതിൽ നിന്ന് ഊരിപ്പോരുന്നതും
ഉണ്ടായിരുന്നു കുറെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്രയും ലെങ്ത് വേണമെന്ന് പറയുമ്പോൾ ജീവയുടെയും ദിവ്യൻ്റെയും കോമ്പിനേഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ അവളാണെങ്കിലും ഫസ്റ്റ് ഗുണമാണെന്ന് അങ്ങനെ പറയുന്ന രീതിയിലല്ല ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ് പിന്നെ രമേശ് ചേട്ടൻ അഴിച്ചേട്ടനും പറയുന്നില്ല നന്നായിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഥ പറച്ചിൽ രീതി ആയതുകൊണ്ട് ഇതിഹാസം നമുക്ക് ഡൗണാവാൻ തോന്നി പക്ഷേ അവരുടെയാണ് പറഞ്ഞ പരിപാടി നമ്മുടെ സപ്പോർട്ട് ചെയ്തോളാം അഴിച്ചേട്ടനും രമേശ് ചേട്ടനും ജീവിയുടെ ജീവിതത്തിലേക്ക് പരിപാടി കാണുന്നുണ്ട് ഞാൻ ഓവറോൾ